ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ലോങ് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഏതായാലും ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് വയനാട് പോവാണ്. അപ്പം ഞാനും സായിഷ കൂടി, സായിഷിൻ്റെ ആദ്യത്തെ വയനാട് യാത്രയാണ്. ഇല്ലടാ സായിഷ, എവിടേക്കാ നമ്മൾ പോണേ? വയനാട് പോകണം. ഉറങ്ങി നീച്ചതിൻ്റെ ആ അന്താളിപ്പാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ നമ്മുടെ ഉമ്മി ഇപ്പൊക്കെ ആദ്യമായിട്ടാണ് വയനാട് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അവരൊക്കെ. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്രയിൽ ഒരു സൈഡാക്കിയിട്ടാണ്, ഒന്നുമില്ല, നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു നല്ലൊരു പള്ളി കണ്ട്, അപ്പോൾ സ്ത്രീകൾക്കും കൂടി സൗകര്യമുള്ളൊരു പള്ളി കണ്ട് നിർത്തിയതാണ്. അപ്പോൾ നിസ്കരിക്കാൻ കയറിയതാണ്. ഉമ്മയും മോളിട്ടേക്ക് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങി. അനിയൻ്റെ ഇവിടെ ഇപ്പോൾ ഇവിടെ പള്ളിൻ്റെ ഉള്ളിലാണ്. പള്ളി അത്യാവശ്യം ഉഷാറ് പള്ളിയാണ്. വയനാട് കൊടുവള്ളി എത്തുന്നതിന് മുന്നുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ ഇങ്ങനെ ചുരം കയറിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എയർപിന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും ഇങ്ങനെ ഒരു ഷോപ്പ്. ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതാ ഇവിടെ വയനാടിൻ്റെ സുന്ദരമായ 7 മണിക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കണ്ടില്ലേ? ഇവിടെ ഉപ്പുണ്ട്, ഉമ്മുണ്ട്, സിയുണ്ട്, അനിയുണ്ട്, വൈഫ് അവിടെ കുട്ടിനെറ്റാണ്. കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ കുട്ടിനെ വളർത്തണ്ടാച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നോളജ് സിറ്റി ഉണ്ട് അവിടെ നിന്ന് കാണുന്നുണ്ട്. നല്ല ഭംഗിയോടെ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും രാവിലത്തെ ചെറിയ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഞങ്ങളിവിടെ. അപ്പോൾ ഇവിടുന്ന് ചെറുതായിട്ട് കഴിച്ചിട്ട് ചുരം ബാക്കി കയറാമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഏതായാലും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ആദ്യത്തെ ഫസ്റ്റ് വയനാട് ട്രിപ്പാണ്. മാതാപിതാക്കളെ കാണാത്ത കാഴ്ചകൾ, നമ്മളെ ഉസ്താദ് പറഞ്ഞ മാതിരി കാഴ്ചകൾ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കിക്ക് കിട്ടാറുണ്ട്. ആ കിക്കിലാണ് ഞാൻ. ഉമ്മ ഇപ്പം മാത്രമല്ല കേട്ടോ, ശരിക്ക് നമ്മുടെ സായിഷും ആദ്യമായിട്ടാണ് വയനാട് കാണുന്നത്. പക്ഷേ അവൻ കൊച്ചല്ലേ, അവനക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ശരിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ അവൻ്റെ ഫസ്റ്റ് വയനാട് ട്രിപ്പാണ്. അപ്പോൾ അനി അവിടുന്ന് വിളിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ പോയിരിക്കാന്ന്. എന്താ പാട് മോൾട്ടിയെ? കുട്ടിയോടെ? സായിഷ് നീച്ചാ? നമ്മുടെ സായിഷ് അവിടെ എണീറ്റിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ഇല്ല മോൾട്ടിയെ? എവിടെ ഇങ്ങനെ കോട ഇങ്ങനെ ഓരോ മലിൻ്റെ മുകളിലായിട്ടില്ലേ? സൂപ്പർ പ്ലേസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചായ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചായ അടിക്കുന്നുണ്ട്. സിയാവും ചായ അടിക്കുന്നുണ്ട്. എന്താ കടി പറഞ്ഞേ? എനിക്കെന്താ വേണ്ടി കടി മോൾട്ടിയെ? പത്തിരിയാ? അപ്പം നിങ്ങൾ 5 ചായയും കാട, മറ്റേ വയനാടൻ ചുരത്തിലെ സ്പെഷ്യൽ കാടമുട്ടയും മസാല കാടമുട്ടയും കഴിച്ച്. ഇങ്ങനെ മോൾട്ടിയാ? സൂപ്പറല്ലേ? ഉമ്മയും ഇപ്പം സായിഷോടുണ്ട്. ഭക്ഷണം കഴിച്ച്. എന്താ മോൾട്ടിയത്? എവിടെ? മലയണ്ണൻ മുന്നേ എടുക്കാം മലയണ്ണന്. അവന്റെ തള്ളു കേട്ടത് അടി പോയല്ല. അപ്പൊ നമ്മള് ഗൈസ് ചുരത്തിന്റെ ഒന്നും കൂടി മുകളിലത്തെ ഏരിയ എത്തിയിട്ടുണ്ട്. ഇതാ മമ്മി ഉണ്ട്. മോൾട്ടിതാ മമ്മിയൊക്കെ ഭയങ്കര വയനാടിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ്. സിയ നാട് തിരിഞ്ഞു പോകും. എടാ സായിഷേ എടാ വയനാട് കണ്ട? ഉറക്കപ്പിച്ച് നീച്ച സായിഷിനെ കണ്ടോളി. എന്താണ് വയനാട് കണ്ട? ചിരിയാണ് നമ്മുടെ കിക്ക്. എവിടെ? എല്ലാ സാധനവും ഉണ്ടാവും അവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. സർക്കാരിന്റെ ഭൂമിയില് സംഭവം ക്ലൈമറ്റ് വെയിൽ ഉദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ അത്ര കഠിനമായ വെയിലല്ല. പക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പോൾ 7:40 ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ പോകുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ലക്കടി മെയിൻ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പാൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഈ കൊടുക്കും ഇത്രയും വലിയ പാറമ എങ്ങനെയാണ് ഈ മരങ്ങൾ ഇങ്ങനെ ഒരു ഇല പോലും വാടാതെ എങ്ങനെയാണ് നിൽക്കണെന്നുള്ള ചോദ്യമാണ്.
സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല. എനിക്ക് ഉത്തരം ഉണ്ടാ അതിന്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ മണ്ണിന്റെ ചെറിയ മണ്ണുണ്ടായാലും ഫുള്ള് പാറല്ലേ? മകറിയോ അറിയാവുന്നവർ കമന്റ് ഇടുക. കമന്റ് ബോക്സ് അറിയാനാണ് സിയ പറഞ്ഞത്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് മരങ്ങളാണ് അതാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്താ മോശം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാം? എല്ലാ ഐറ്റംസും ഉണ്ട്, പോയി നോക്കാം. 3 മീൻകറിയും വെള്ളപ്പം പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എടാ സായിഷ എവിടേക്കാ സായിഷ നമ്മള് പോണേ? എന്നൂര്. എല്ലാ ആഴ്ച ഇങ്ങനെ തിരക്കുണ്ടാവലുണ്ട്. ആ കാണാനാണ് എന്നൂര്. അതായത് എന്താണ് നമ്മുടെ ആദിവാസി അവരെ ഒരു ഗോത്രവർഗത്തിൻ്റെ ഒക്കെ അവരെ ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ഗ്രാമങ്ങളിലും അതേമാതിരി നഗരങ്ങളിലും താമസിക്കുന്നവർക്ക് പരിചയപ്പെടുന്ന ഒരു സംഭവമാണിത്. എൻ്റെ സായിഷ് നല്ല വെയിൽ കൊണ്ടുവരുന്നേ. സായിഷ് മോനെ എങ്ങനെയുണ്ടാ? നമ്മൾ എന്നൂരെത്തി, വയനാട് എന്നൂര്. വരുമ്മ. സംഭവം ഏപ്രിൽ ആയതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ട്. പോവാ എൻ്റെ ഊരാണിത്. മലപ്പുറം ഭാഷയെ പറയണേ എൻ്റെ പെര, എൻ്റെ നാട്. നോക്കടാ വാ മോൾട്ടിയെ. എന്താ ക്ഷീണിതയാ? കയറ്റം കയറാൻ പറ്റില്ല? തുടങ്ങിയിട്ടുള്ളൂ. ഉമ്മ സെറ്റല്ലേ? ഉമ്മ സെറ്റാണ്, ഇപ്പിൻ സെറ്റാണ്. ആരടി? അതെന്താണ് തീപ്പട്ടിക്കൊള്ളിയാ? ഇതാ തീപ്പട്ടിക്കൊള്ളിയാണ്. എന്താണ് ഉദ്ദേശിക്കണ പറഞ്ഞ? ഇവിടെ നിലമ്പൂർ തേക്ക് മ്യൂസിയം പോയപ്പോ എന്തൊക്കെയാ പറയുന്നല്ല? അത് ഞാൻ പറഞ്ഞു. എന്താണ് അയാളെ ഒരു കൈ ഒരു മരമാണ്. അയാള് മരാണ്. എന്താ ഉദ്ദേശിക്കണേ? മരങ്ങള് മനുഷ്യൻ വെട്ടിയതില്ലേ? അതാണല്ലേ? ഓക്കെ. ഇത് പ്രത്യേകിച്ച് സൺഡേയും വീക്കെൻഡും ആയതുകൊണ്ട് സ്കൂളുകളും കാര്യങ്ങളൊക്കെ ലീവ് പൂട്ടിയേക്കണല്ലോ. നല്ല ആളാണെന്ന് ഇവിടെയൊക്കെ. ഇവിടെ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കയറാൻ പെർ പേഴ്സണ് 50 രൂപയാണ്. പിന്നെ ഞാൻ മലപ്പുറംകാരനാണ്, ഞാൻ അങ്ങനെ സംസാരിക്കാം. പിന്നെ ജീപ്പുണ്ട്, ജീപ്പിന് പെർ പേഴ്സണ് 40 റുപ്യ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 90 രൂപ വരും. പക്ഷെ ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു ടവേര ഇവിടെ ഉണ്ട്. ടവേര ആണെങ്കിൽ 120 റുപ്യ ഒരാൾക്ക്. അതാകുമ്പോൾ വേഗം പോയി വരാം. ഞാൻ പിന്നെ കുട്ടിയും ഉമ്മപ്പൊക്കെ ഉള്ളതല്ല. അരമണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 മണിക്കൂറൊക്കെ ആവും. അപ്പോൾ നമ്മൾ ക്യാഷ് നോക്കാം. ടവേര എടുത്തു, അതുകൊണ്ട് വേഗം മുകളിലെത്തി. വെയിലാട്ടോ, നല്ല വെയിലാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അന്യായ വെയിലൊന്നും പറയാൻ പറ്റില്ല. അന്യായ വെയില് തന്നെ 10 ആയിട്ടുള്ളൂ, 12 ആയിക്കോട്ടെ. അതുകൊണ്ട് അത് ശരിയാട്ടാ. നമ്മൾ ചെറിയൊരു നല്ല തണുപ്പുള്ള കാറ്റ് വരുന്നുണ്ട്. കാരണം അത്രയും ഉയരത്തിലാണുള്ളത് സ്ഥിതി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വെയിലത്ത് നടക്കുമ്പോൾ അത്ര വലിയ സീനില്ല, നാട്ടിലെ പോലത്തെ വലിയ സീനില്ല. അതേസമയം സിയതമ്മാനറ്റ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, വയനാട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഉമ്മിപ്പൊക്കെ ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് വയനാട്. കാരണം അവരെ തലമുറ അങ്ങനെ ആയിരുന്നു. അവരെ തലമുറ ഒരു മാക്സിമം ഒരു വേണ്ടപ്പെട്ട ആളുകളൊക്കെ അത് തന്നെ ആയിരിക്കും. കാരണം ടൂറൊന്നും പോകുന്ന സമയം ഉണ്ടാവില്ല, വാഹനങ്ങളും ഒക്കെ കുറവല്ലേ. ഇന്നത്തെ പോലത്തെ ട്രാൻസ്പോർട്ടിങ് സൗകര്യങ്ങളൊന്നും ഇല്ല.
പക്ഷേ ഇന്ന് നമ്മളെയൊക്കെ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ മാതാപിതാക്കളെ കൊണ്ടേ കാണിക്കുക ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഇനി ഇപ്പാക്കൊരാഗ്രഹമുണ്ട് മൂന്നാർ കാണാൻ. അതും കൂടി ഇൻഷാ അല്ലാഹ് വിജിൻ്റെങ്കിൽ കാണിക്കണം. എന്താണ് മാഡം പണി? ഇതെന്താണ്? ബൊക്കെ ആര് ജിയാ ഇവ കണ്ടിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അതെന്താ പൂവറ്റ് ഇങ്ങനെ പിടിച്ചാൽ നിൽക്കുന്ന അയാളെ പറ്റി എന്താ എനിക്ക് പറയാനുള്ളത്? അവിടെയുള്ള ആ കാണുന്നത് പൂ അത് ശരി, അതാണോ ഉദ്ദേശിച്ചത്? ആ ഇതാണ്. സായിഷിന് കൊടുക്കടി, എൻ്റെ ബൊക്ക സായിഷിന് കൊടുക്ക്. അത് നമുക്ക് തിന്നേണ്ടി വരും എടാ. എന്തേ അള്ളാ വരച്ച അവിടെ വയ്ക്കേണ്ടത്. ആ അത് കാഴ്ച പറഞ്ഞ തലമ കണ്ടാ അറിയാം. പാല് കൊടുത്ത മരക്കൊമ്പ് തരുമോ വെച്ചിട്ടുണ്ടാവും. ആ എന്തായാലും സാധനമല്ലേ. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് അല്ലേ? എന്താണ് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് അറിയാം. കേൾക്കണില്ല? അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. മതിയാ വെള്ളം ആ ഇനിയും സായിഷങ്ങൾ എന്താ കുഞ്ഞു കുട്ടിയാ? ഇനിയും സായിഷിനെ ഇരുത്താന് അത് ചെറിയ കുട്ടിയൊക്കെയാണ്. ഇത് കൂടിയൊക്കെ കിടക്കണ എടങ്ങറായിട്ട് ഇതിന്റെ ഇടയിൽ കൂടി കിടക്കണേ. അതെന്തോ മൊയലിന് വഴിയുണ്ട്. അവരുടെയാ അടിപൊളിയേ. ഇതാണ് എന്നൂരിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ. കേറിക്കൊഴിഞ്ഞു. എന്താണ് ബ്ലോഗർ മോൾട്ടി പറഞ്ഞത്? ഇതാണ് ആദിവാസികളെ ആക്ച്വലി ഇത് മാൻമെയ്ഡ് ആണ്. മാൻമെയ്ഡ് അതെ. ആദിവാസികളെ കുടിയിലും മാൻമെയ്ഡ് അല്ലേ? സോറി അങ്ങനല്ല. ഇത് എന്താ പറയാ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ? യെസ്, ഹാൻഡിക്രാഫ്റ്റ് സാധനം. നല്ല ഭംഗിയിട്ടില്ലേ കാണാനേ? ചാമാരിയാ അത് സാധനം? എന്താ ചാമാരി? ചാമാരി എന്താ? ചാമാരി എന്താ? ചാമാരി എന്താണ്? പ്രമേയം ചെക്ക് ചെയ്താണ്ടാവും. ആരും ചെക്ക് ചെയ്ത് ചെയ്യല്ലോ. എനിക്ക് യാതൊരു സാധനം കേട്ടാ. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഒരു കുടിയിൽ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഐ തിങ്ക് അവരെന്തെങ്കിലും ആദിവാസികളുടെ തനത് കലാപരിപാടികളായിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന്. എന്താ നിങ്ങളെ കൂടി ഒളിഞ്ഞു നോക്കണേ? ആദിവാസികളുടെ പരിപാടി ഇന്നില്ലേ?
ഇനി ഓരോ സമയത്തുണ്ടാവും ആള് കൂടി കഴിഞ്ഞാൽ കൊണ്ടുണ്ടാവും. ജായിച്ച എവിടെ? ആകാശത്ത് ജായിച്ച. ഇതെന്താ പൊന്തി കിടക്കണേ? എന്താ ജായിഷ് ആകാശത്തിലാണ് ഗൈസ്. എന്താ വാ നമുക്ക് കണ്ടുപോവാ. വാ നമുക്ക് ഹോം ടൂർ അടിക്കാം. ആദിവാസിയുടെ കുടിലിൻ്റെ ഹോം ടൂർ നമുക്ക് കാണാം. അതിൻ്റെ ആവശ്യമില്ല. ഇതാ ആദിവാസികളെ അടിയ പെരിയാട്ടി തനത് ആഭരണ പെരുമയിൽ ആദിവാസികളുടെ ആഭരണങ്ങളാണത്. പിന്നെ അവർ ഡ്രസ്സുകളും വസ്ത്രങ്ങളും. പിന്നെ ഒരു ആദിവാസി ഗോവിന്ദനാശാൻ അമ്പെയ്ത്ത് കലയുടെ വയനാടൻ ദ്രോണാചാര്യർ. വയനാടത്തെ അമ്പെയ്ത്ത് കലയുടെ ദ്രോണാചാര്യരാണ് ഗോവിന്ദനാശാൻ. ഓരോ അറിയപ്പെടുന്ന ഇവരുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഓരോ ആളുകൾ അടിപൊളി ഫോട്ടോസ് അടിപൊളി ഫ്രെയിമിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഇതാ അവരുടെ ഓരോ ആദിവാസികളുടെ ഓരോ ആഭരണങ്ങൾ. ഇത് കണ്ടങ്ങൾ കോയിൻ സെറ്റ് ആഭരണം ഉണ്ടായിക്കണേ. പഴയ നമ്മളെ അണകള പോലുള്ള കോയിൻ സെറ്റ്. ഇതാ വോൾട്ടിയാ ഇതുപോലത്തെ ഒരു വള എൻ്റെയൊക്കെ ഉണ്ട്. ഈ കണ്ടില്ല ഗൈസ്, എൻ്റെ കയ്യിലുണ്ട് അതുപോലത്തെ വള. പക്ഷെ ഞാൻ ആദിവാസി അല്ല കേട്ടോ. അവരുടെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് പിന്നെ നമ്മുടെ 19 കിഡ്സിനൊക്കെ നന്നായിട്ട് അറിയാം. ചിമ്മിണി വിളക്ക് എന്ന് പറയും. ഇതെനിക്കറിയാം. ചിമ്മിണി വിളക്ക് അറിയാമെങ്കിൽ ഇതെനിക്കറിയാം. ഈ പുച്ഛി തള്ളുന്ന 19 കിഡ്സിന് നന്നായിട്ട് അറിയാം. എന്നാലും കൂടുതൽ 19 കിഡ്സിനാണ് അറിയാം കേട്ടാ. ചിമ്മിണി വിളക്ക് കേട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് 20 കിഡ്സിന് 19 കിഡ്സിന് ചെറിയ ഉരല്. ഇതില് പണ്ട് അടക്കൊക്കെ വല്യമാര് കുത്തുമായിരുന്നു. ആയിക്കോട്ടെ ശരി മാഡം. കുഞ്ഞു ബാഗ്. ഇതെന്താണ്? ഇവരൊക്കെ ഫുൾ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളാണ്. അത് ഈ കഥകളി ആചാര്യൻ. ആദിവാസി ഡാൻസ് കാണാൻ വേണ്ടി ഡയമണ്ട് ടിക്കറ്റ് എടുത്ത് സീറ്റിലിരിക്കുന്ന സായിഷ്. ഈ VIP സീറ്റിലിരിക്കുന്ന സായിഷ്. ഞങ്ങളൊക്കെ നിൽക്കടാ സീറ്റിലിരിക്കുക. കൾച്ചറായിട്ടുള്ള സാധനങ്ങൾ. മുറം, തൊട്ടില്, അപ്പോൾ ഗായ്സ് ഞങ്ങൾ എന്നൂരിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. നല്ല വെയിലാണ്, സൂപ്പർ വെയിലാണ്. പിന്നെ അടുത്തത് 900 കണ്ടിയാണ് ഞങ്ങളെ ലക്ഷ്യം. എങ്ങനെ അറിയണില്ല, കാറ്റുകൊണ്ട്. അതാണ് പറഞ്ഞത്. നല്ല തണുത്ത കാറ്റുണ്ടായതുകൊണ്ട് നാട്ടിലെ വെയിലറിയണില്ല, പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. ഇത് ഗൈസ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന് കയറിയതാണ്.
നാടൻ സദ്യയാണ്. വാഴൻ്റെ ഇലയിലൊക്കെ ഉള്ളപ്പാ. ഇരിക്ക് സായിഷേ, വോൾട്ടിയ ഇരിക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞങ്ങൾ 900 കണ്ടി എത്തി. ഇനി ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകണം ജീപ്പറ്റ്. അപ്പോൾ അതേ സമയം ഫ്രണ്ടിൽ ഉമ്മുണ്ട്, ഉപ്പുണ്ട്, സായിഷുണ്ട്, സിയുണ്ട്. സായിഷ് മോനെ സായിഷ സായിഷ് പക്കാ ലുക്കിലാണ് നടക്കുന്നത്. അതെ, നിങ്ങൾ തിരൂര്, മലപ്പുറം. നിങ്ങളിവിടെ തന്നെ? മലപ്പുറം ഇവിടെ വെട്ടത്തൂര്. വെട്ടത്തൂര് വാപ്പാഞ്ചി മുന്നേക്ക് ഇവിടെ അടുത്തത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ 900 കണ്ട് എത്തിയിട്ടുണ്ട്. ഇനി ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോലെ മോട്ടിയെ. സിയ മുന്നിലുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് കയറൂലേ? ഹൈറ്റ് പേടിയുള്ളതാണമ്മ. അമ്മക്ക് ചെറുതായിട്ട് ഹൈറ്റ് പേടിയുണ്ട്. ആ പേടി ഒന്നും മാറ്റണം. ഇവിടെ ഒരു തണുപ്പിച്ചടാ അല്ലേ മോൾട്ടിയേ? ഇവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസമുണ്ട് അല്ലേ? ആ നടക്ക് 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 മോൾട്ടിയേ. ഗ്ലാസസ് ഉമ്മ അടിക്കൊക്കെ ഉമ്മ. അടിക്ക് നോക്കിക്കൂടി. അവിടെ പോയതാണ്. വോൾട്ടിയ എങ്ങനെ ഇടുങ്ങിട്ടാണ്? എങ്ങനെ ആ സെന്ററിൽ ഇങ്ങനെ ഇടുങ്ങിട്ടാണ്. അവിടെയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. എന്റെ എക്സ്പീരിയൻസ് മോൾട്ടിക്ക് ഇതൊക്കെ എന്താണ്? ഞാൻ കേറാത്ത ഒന്നല്ല, ഞാൻ വീഡിയോഗ്രാഫർ ആയി പോയി. എന്ത് ചെയ്യാ? എങ്ങനെ നമ്മള് നടുവിൽക്ക് പ്രഷർ കൊടുക്കുമ്പോഴേ ഈ രണ്ട് സൈഡും കൂടി ഇങ്ങോട്ട് ഇതാവുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ഇടുങ്ങിയ പോലെ സ്പൈഡർമാൻ ആവും. അപ്പൊ അങ്ങനെ ചിരന്തി മനുഷ്യനായ രണ്ടുപേര് തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം അവിടെ ഉമ്മയുപ്പയുണ്ട്.
ജായിഷതാ നിൽക്കുന്നു. ഇജ്ജി പോയപ്പോഴേ എടി ഇജ്ജി പോയപ്പോൾ എന്ത് കരച്ചിലെന്നറിയാമേ. ഉമ്മാന്റെ പോക്ക് കാണുമ്പോൾ ഓ നീ മകനും തമ്മിലുള്ള റിലേഷൻ അല്ലേ. വയനാട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് അതൊക്കെ. നല്ല മഴ ഉണ്ട് പെയ്ത് വയനാട്. ഇപ്പം മഴ പെയ്തിട്ട് മണ്ടാണ്. ഇതുപോലെ മോൾട്ടി മഴ. ഇതാ ചെറിയൊരു ഗ്യാപ്പ്, 2 പാറകൾക്കിടയിലൂടെ ചെറിയ ഗ്യാപ്പ്. ഇവിടെ എന്തോ സാധനം ഉണ്ടാകാ. ഇവിടെ എന്താ മോൾട്ടി ഉള്ളത്? ഒരു കേവ് ഉണ്ട് അത്രേ, അതായത് ചെറിയൊരു ഗുഹ. എന്താണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? ഗുഹ ഉണ്ടല്ലോ, ഗുഹ. ആ ഇതാണ് കേവ്. എടക്കൽ ഗുഹ കണ്ടവർക്കൊന്നും ഇതൊന്നും ഒന്നുമില്ല. ചെറിയൊരു കേവ്. ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തേക്ക് പോയിട്ടാണ് ഇപ്പം മിനിയാന്ന് കടന്നൽ കൂടെ ഇളകിയിട്ട് ഒരാണ് മയ്യത്തായത്. അങ്ങട്ടെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ അഡ്വഞ്ചറായി പോകുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, സംഭവം എന്താണ്, നല്ല ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുടുംബമായിട്ട് പോകുമ്പോഴും ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. പക്ഷേ ഏതൊരു ടൂറിനും ഒരു അപകടം മറിഞ്ഞിരിക്കുന്നുണ്ട്. നല്ലൊരു സന്തോഷം ഒരു നേരത്തെ നമ്മുടെ എന്താ പറയുക വിധിയാണ് സംഭവം, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആകുമ്പം സന്തോഷം പെട്ടെന്ന് സങ്കടമായി മാറും. അപ്പോൾ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ അല്ല മഴ ഇല്ല എന്ന് പറയുന്നേ. ആ ഇപ്പം നല്ല മഴ കിട്ടിയില്ലേ? ഇപ്പോൾ വയനാട് മഴയാണ് ഗൈസ്. ഏതായാലും ഈ സമയത്ത് പെയ്ത് നന്നായി. മറ്റേത് മൂഞ്ചി രാവിലെ തന്നെ പെയ്യണമെങ്കിൽ എവിടെയും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. എന്ന് കരുതി നല്ല സ്ട്രോങ് മഴ അല്ല, ജസ്റ്റ് ഒരു മഴ. സ്ട്രോങ് ആവാനും സാധ്യതയുണ്ട്. നല്ല കാർമേഘം ഉണ്ട്, കണ്ടില്ലേ? അവിടെയൊക്കെ നല്ല കാർമേഘം വന്നു തുടങ്ങി. ഉമ്മയും മോൾട്ടിയൊക്കെ അവിടെ മേലെ നിൽക്കുന്നുണ്ട്. ഉമ്മാക്ക് ഈ വലിയ വലിയ സ്റ്റെപ്പുകൾ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്താണിപ്പാ? പണ്ട് ഭൂമി കുലുങ്ങി എന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ടല്ലേ ദിനോസറുകളൊക്കെ ഇല്ലാതായിന്ന് പറഞ്ഞേ. അതന്നെ ആ കാലഘട്ടത്തിൽ മറിഞ്ഞ് പിന്നെ ഇവിടെ സെറ്റായി നന്നായിരിക്കും. മനുഷ്യൻ നിർത്തുന്നല്ലത്, പ്രകൃതി നിർത്തിയ സംഭവങ്ങളാണ്. അത് മനുഷ്യന് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയെന്നുള്ളൂ. നല്ലൊരു എക്സസൈസാണ്. അപ്പം അങ്ങനെ ഒരു ലൈമ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടയേർഡ്. കേവ് കണ്ടിറങ്ങിയപ്പോൾ എല്ലാവരും ടയേർഡായി. അപ്പം അങ്ങനെ വയനാട്ടിലെ പുറത്തെ മഴയിൽ ഉള്ളിൽ റെസ്റ്റോറൻറ്റിൽ തണുത്ത ലൈമ് അന്തസ്. അപ്പോൾ ഗൈസ് അവസാനം നമ്മൾ ചൂരൽമല, മേപ്പാടി ചൂരൽമലയിലെത്തിയിട്ടുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്ന സ്ഥലം. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ഒന്ന് കാണാം. എന്താ അല്ലേ അവസ്ഥ? ആന്ന് ഓരോരുത്തരെ വീടാണുള്ളതില്ലേ. നോക്കിങ്ങള് മണ്ണാണുള്ളത് കയറി.
ഉഷാറില്ലേ കട്ടിലൊക്കെയാണല്ലേ ഇതിന്റെ അടയാളല്ലേ രാത്രിയാണ് ഇത് ഉണ്ടായതെന്നാണ് ഇതിന്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവും ഉറങ്ങിക്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഇവിടെ നിന്നാണ് സംഭവം ഉരുൾപൊട്ടലുണ്ടായി ഇങ്ങനെ പോയത്. അതിൻ്റെ ആരംഭിക ഫലമായിട്ട് ഇവിടേക്കൊക്കെ ചളികളൊക്കെ കയറി വലിയ വലിയ പാറകളാണ് ഇവിടെ പൊട്ടിത്തത് ഇങ്ങനെ പറഞ്ഞത്. ഗൈസ്, അപ്പം നമ്മളെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ നഹിദി കുഴിമന്തിയിൽ എത്തിയിരിക്കുന്നു. വയനാട് റൂട്ടിൽ പോകുന്ന എല്ലാവർക്കും അറിയാം നഹിദി കുഴിമന്തി അത്ര ഫേമസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ നഹിദി അടിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നഹിദി മന്തി എത്തി കുഴിമന്തി എത്തിയിരിക്കുന്നു. ഏതായാലും ഞങ്ങൾ കുഴിമന്തി കഴിക്കട്ടെ. ഓക്കെ, അതേസമയം നമ്മുടെ സായിഷുണ്ട് ഉറങ്ങാതെ ഇവിടെ കുറുമ്പ് കാട്ടി നിൽക്കുന്നുണ്ട്. ഉമ്മാനെ ഇങ്ങനെ കുറുമ്പ് കാട്ടിയിട്ട് ഇങ്ങനെ കളിയുണ്ട്. അപ്പോൾ നമ്മൾ അവസാനം ഫൈനലി വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് ഉമ്മയും ഇപ്പൊക്കെ വയനാട് കണ്ടു, ആറുമാതിച്ചു. അല്ലമ്മ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഉഷാറായില്ലേ? നമ്മുടെ സായിഷ്മാൻ ഇതൊക്കെ ഉറങ്ങിയെന്ന് ഇപ്പൊ എണീറ്റ് വീട്ടിലെത്തിയപ്പോ നല്ല മഴ ഉണ്ടോ നാട്ടില്? വയനാട്ടിലത്തെ മഴ ഞങ്ങളും കൊടുന്നു അല്ലപ്പാ? എങ്ങനെ ഉണ്ടായിന്ന് ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിന്ന്? അടിച്ചു പൊളിച്ചില്ലേ? അങ്ങനെ ഇപ്പം ആദ്യമായിട്ട് വയനാട് കണ്ട്. ഇനിയിപ്പോ എൻ്റെ ആഗ്രഹം മൂന്നാറാണ്. ഇൻഷാ അള്ളാ അവിടേക്ക് നമ്മൾ പോകണ്ടപ്പാ. ഇൻഷാ അള്ളാ.